ഗൈസ്, നയന സജിത്ത് എന്ന യൂട്യൂബ് വീഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാട്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏത്? ഗൈസ്, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം. കേരളത്തിലെ ചെറിയ ജില്ല ഏത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഗൈസ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് ഗൈസ്? ഏതായിരിക്കും അത്? അതെ, മലമ്പുഴ ഡാം. പാലക്കാട് ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഏത് ജില്ലയിൽ എന്നുണ്ട്? ഇരവിക്കുളം, ഇടുക്കി. 24ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഗൈസ്, ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഏതാണ്? ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല. അടുത്ത ചോദ്യം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന നഗരം ഏത്? ഗൈസ്, അക്ഷരനഗരം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏത്? അക്ഷരനഗരം എന്ന് പറയുന്നത് കോട്ടയം. ഒന്നും കൂടി ഓർത്തിരുന്നോളൂ കേട്ടോ ഗൈസ്. അക്ഷരനഗരം എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏത്? കോട്ടയം. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏത്? കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏത്? കോട്ടയം കുമളി റോഡ്. അടുത്ത ചോദ്യം. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അടുത്ത ചോദ്യം. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ് കേട്ടോ ഗൈസ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഴുപ്പിലങ്ങാടി ബീച്ച് എന്നാണ് ബീച്ചിൻ്റെ പേര്. കണ്ണൂർ ജില്ലയിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 30. പമ്പ നദി ഏത് കായലിലാണ് പതിക്കുന്നത്? പമ്പ നദി ഏത് കായലിലാണ് പതിക്കുന്നത്? അത് നമുക്കറിയാം അല്ലേ? വേമ്പനാട്ടുകായൽ. അടുത്ത ചോദ്യം. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഗൈസ്, മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട്. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമുകളിൽ ഒന്നായ ഇടുക്കി ഡാം ഏത് നദിക്ക് കുറുകെയാണ്? ഏത് നദിക്ക് കുറുകെയാണ് ഇടുക്കി ഡാം? പെരിയാർ. 33ാമത്തെ ചോദ്യം. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? നാവിക അക്കാദമി
സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഏഴിമല. രാവിലെ തെക്ക് ഭാഗത്തേക്കുള്ള വഴിയിലൂടെ നടക്കുന്ന ജയൻ്റെ നിഴൽ ഏത് ഭാഗത്തേക്ക് ആയിരിക്കും? പടിഞ്ഞാറ്. അറബിക്കടലിനോട് ചേർന്നു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. കുറച്ച് ടഫാണ് കേട്ടോ. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? അതെല്ലാവർക്കും അറിയാം അല്ലേ? രാജസ്ഥാൻ. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രോജക്റ്റ് നടപ്പാക്കിയത് എവിടെ? കഞ്ചിക്കോട്, പാലക്കാട്. കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ്. അത് പാലക്കാട് ജില്ലയാണ് കേട്ടോ. പിന്നെ കേരളത്തിനിടയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഗൈസ്? മാഹി. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഏത്? ബാണാസുര സാഗർ, വയനാട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ.